കുറച്ചു നേരത്തെ അടുപ്പമേ ഉള്ളൂ എങ്കിൽ കൂടി അവൾക്ക് മാധവനോട് പ്രത്യേക ഒരിഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. അവൻ്റെ മുഖം മനസ്സിൽ തെളിയവേ ചെറിയ നാണത്തോടെ അവൾ മിഴികൾ താഴ്ത്തി. തീർത്ഥയുടെ മനസ്സിൽ ആദ്യ പ്രണയം മുട്ടിട്ടു. ഓഫീസിലെത്തിയ തീർത്ഥ മോഹൻ സാറിൻ്റെ വരവിനായി കാത്തിരുന്നു. ക്യാഷിൻ്റെ കാര്യം മാധവനോട് പറയരുത് എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അത് എന്തെങ്കിലും പ്രശ്നമായോ എന്നൊരു പേടി അവൾക്കുണ്ട്. പക്ഷേ പതിവിലും അയാൾ വൈകുന്നത് കണ്ട് തീർത്ഥ അയാളുടെ സെക്രട്ടറി പവിത്രയോട് മോഹൻ സാർ ഇന്ന് ലീവാണോ എന്ന് ചോദിച്ചു. ഉച്ച കഴിഞ്ഞ് വരുമെന്ന് പവിത്ര പറഞ്ഞു. ഇതെല്ലാം വേണി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് അവളത് തീർത്ഥയോട് നേരിട്ട് ചോദിക്കുകയും ചെയ്തു. നീ എന്തിനാ മോഹൻ സാറിനെ അന്വേഷിക്കുന്നത്? അല്ലെങ്കിൽ സാറ് വരാതിരിക്കുന്നതല്ലേ നിനക്കിഷ്ടം? വേണി ചോദിച്ചു. അല്ല, കാണാത്തത് കാരണം ചോദിച്ചതാണ്. അവളൊന്ന് തപ്പിത്തടഞ്ഞു. ഡി, സത്യം പറ, നീ ഇന്നലെ എവിടെ പോയതാണ്? അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേണി ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ. പറയുന്നത് കള്ളമായതുകൊണ്ട് തീർത്ഥയ്ക്ക് വേണിയുടെ മുഖത്ത് നോക്കാൻ ബുദ്ധിമുട്ട് തോന്നി. സത്യം പറ തീർത്ഥ, മോഹൻ സാർ ഇന്നലെയും നിന്നെ വിളിച്ചോ? പറയുന്നത് MDയുടെ കാര്യമായതുകൊണ്ട് തന്നെ വേണി ശബ്ദം താഴ്ത്തിയാണ് സംസാരിക്കുന്നത്. അധികം കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ തീർത്ഥയ്ക്കായില്ല. വേണി ഒന്നുകൂടി ചോദിച്ചപ്പോൾ അവൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. വേണിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. നിനക്ക് നാണമുണ്ടോ തീർത്ഥ? ഈ ക്യാഷിന് വേണ്ടി നീ അയാളെ കല്യാണം കഴിച്ച് ആ കുടുംബത്തേക്ക് ചെന്ന് കയറിയാൽ അവരൊക്കെ നിനക്ക് തരുന്ന വില എന്തായിരിക്കുമെന്ന് നിനക്കറിയൂ? ഇനി ആ ജാതകത്തിൽ പറയുന്നത് പോലെ ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം നീ മരിച്ചുപോയ ശിവയുടെ കാര്യം ആര് നോക്കും? ആരെ ഏൽപ്പിച്ചിട്ടാണ് നീ പോകുന്നത്? ഏൽപ്പിക്കാൻ നിനക്ക് ആരെങ്കിലും ഉണ്ടോ? അവരിപ്പോൾ നീ അയാളെ കല്യാണം കഴിച്ച് അവരുടെ കുടുംബത്തിലെ ദോഷം മാറാൻ വേണ്ടി പലതും പറയും. പക്ഷേ നീ ഇല്ലാതായാൽ അനാഥമായി പോകുന്നത് ശിവയാണ്. അത് ഓർത്താൽ നിനക്ക് നല്ലത്. അരിശത്തോടെ വേണി പറഞ്ഞു. വേണി, നീ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അതെല്ലാം ഈ ജ്യോത്സ്യന്മാർ പണമുണ്ടാക്കാൻ വേണ്ടി എഴുതിവിടുന്ന ഓരോ തട്ടിപ്പാണ്. എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ അച്ഛൻ്റെ ജോലിയും അതുതന്നെയായിരുന്നല്ലോ. തീർത്ഥ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. നിന്റെ അച്ഛൻ ഒരു തട്ടിപ്പുകാരനാണെന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കുന്ന ജ്യോത്സ്യന്മാരും ഇവിടെയുണ്ട്. സ്വന്തം ജീവിതം കൊണ്ട് ഒരു പരീക്ഷണത്തിന് മുതിരരുത് തീർത്ഥ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനിയെല്ലാം നിന്റെ കയ്യിലാണ്. ആ പാവത്തിനെ കുറിച്ചെങ്കിലും ഓർത്തിട്ട് നീയൊരു തീരുമാനമെടുക്ക്. അല്ലാതെ പണമല്ല എല്ലാം. അതും പറഞ്ഞുകൊണ്ട് ഭക്ഷണം മതിയാക്കി വേണി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. തീർത്ഥ വീണ്ടും ആശയക്കുഴപ്പത്തിലായി. പണത്തിലുപരി മാധവ എന്ന ആ വ്യക്തിയോട് പ്രണയം തോന്നി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വേണിയുടെ വാക്കുകൾക്ക് അവൾ വേണ്ടത്ര പരിഗണന കൊടുത്തില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ മോഹൻ ഓഫീസിലെത്തി. തീർത്ഥ ഡോക്യുമെൻ്റ് റൂമിൽ ആയതുകൊണ്ട് അവൾ അയാളെ കണ്ടില്ല. തീർത്ഥ എവിടെ? ക്യാബിനിൽ നോക്കിയിട്ട് കാണാത്തതുകൊണ്ട് പവിത്ര വേണിയോട് ചോദിച്ചു. ഡോക്യുമെൻ്റ് റൂമിലേക്ക് പോകുന്നത് കണ്ടു, അവൾ പറഞ്ഞു. പവിത്ര ഡോക്യുമെൻ്റ് റൂമിൽ ചെന്ന് തീർത്ഥയോട് മോഹൻ സാർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഹൃദയമിടിപ്പേറി. ഡോക്യുമെൻ്റ് റൂമിൽ നിന്നും ഇറങ്ങി MDയുടെ ക്യാബിനിലേക്ക് നടക്കുമ്പോൾ അവൾ വേണിയെ നോക്കി. അവളും കല്ലിച്ച മുഖത്തോടെ തീർത്ഥയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ മുഖം താഴ്ത്തി മുന്നോട്ട് നടന്നു. അനുവാദം ചോദിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. തീർത്ഥ ഇരിക്കൂ. മോഹൻ അവളെയും കാത്തിരിക്കുകയായിരുന്നു. താങ്ക് യു സാർ. തീർത്ഥ മുൻപിലെ കസേരയിൽ അമർന്നിരുന്നു. ഇന്നലെ മാധവുമായി സംസാരിച്ചപ്പോൾ എന്താ പറഞ്ഞത്? പേപ്പർ വെയിറ്റ് കയ്യിലിട്ട് ഉരുട്ടിക്കൊണ്ട് മോഹൻ ചോദിച്ചു. എനിക്ക് ആ കാശിൻ്റെ കാര്യം പറയേണ്ടി വന്നു സാർ. തല താഴ്ത്തിക്കൊണ്ട് അവൾ അത് ആദ്യമേ പറഞ്ഞു. അറിഞ്ഞു. ഒരു കണക്കിന് അത് നന്നായി. അല്ലെങ്കിൽ പിന്നെ അവനിത് അറിയുമ്പോൾ ചതിച്ചെന്ന് വിചാരിക്കും. മോഹൻ ഒന്ന് നെടുവീർപ്പിട്ടു. അത് വലിയ പ്രശ്നമുണ്ടാക്കുമെന്നാണ് തീർത്ഥ കരുതിയിരുന്നത്. പക്ഷേ അതിങ്ങനെ പോയപ്പോൾ അവൾക്ക് ആശ്വാസമായി. മാധവന് ഈ ബന്ധത്തിന് സമ്മതമാണ്. തീർത്ഥയുടെ കാര്യം എങ്ങനെയാണ്? എല്ലാം അറിഞ്ഞിട്ടും ഈ കല്യാണത്തിന് ഒരുക്കമാണോ? മോഹൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. കല്യാണം കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിയെയും എനിക്കൊപ്പം കൂട്ടാമോ? തീർത്ഥ ചോദിച്ചു. അല്ലാതെ ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റുമോ? മോഹൻ്റെ മറുചോദ്യത്തിൽ അവൾ നിശബ്ദയായി. എങ്കിലും മനസ്സിന് ആശ്വാസം തോന്നി. ആഘോഷമായിട്ടൊന്നും ആയിരിക്കില്ല കല്യാണം. കാരണം ആർദ്രയുടെ ആലോചന വന്നത് എല്ലാവരും അറിഞ്ഞതായിരുന്നു. പെട്ടെന്നിങ്ങനെ പെണ്ണു മാറുമ്പോൾ, അതും തീർത്ഥയെപ്പോലുള്ളൊരു കുട്ടിയാകുമ്പോൾ ഞങ്ങളുടെ മറ്റ് ബന്ധുക്കൾക്ക് അത് സംശയത്തിനിടവരും. അതുകൊണ്ട് വളരെ ലളിതമായി ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് താലികെട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. തൻ്റെ കല്യാണക്കാര്യം അയാൾ പറയുമ്പോൾ ആകാംക്ഷയോടെ കേട്ടിരിക്കുകയാണ് അവൾ. തീർത്ഥയുടെ ബന്ധുക്കളോട് ആരോടെങ്കിലും പറയാനുണ്ടോ? അച്ഛനോ അമ്മയോ ആരെങ്കിലും? പക്ഷേ കല്യാണത്തിന് അവരാരും വരരുത്. മോഹൻ ഒരു നിബന്ധന മുന്നോട്ട് വെച്ചു. ആരോടും പറയാനുമില്ല, ആരും വരികയുമില്ല. ഞാനും എൻ്റെ അനിയത്തിയും മാത്രമേ ഉണ്ടാകൂ. തീർത്ഥ പറഞ്ഞു. ഈ കല്യാണക്കാര്യം ഓഫീസിലുള്ള ആരും അറിയരുത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ തീർത്ഥയ്ക്ക് ജോലിക്ക് വരാൻ പറ്റില്ല. മോഹൻ പറഞ്ഞു. ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഞാൻ ജോലിക്ക് പോയിക്കോട്ടെ. സ്വന്തം കാര്യത്തിനായി മറ്റുള്ളവരോട് ചോദിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ആലോചിക്കുമ്പോൾ തന്നെ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. അത് നമുക്ക് ആലോചിക്കാം.
പിന്നെ തീർത്ത പ്രഗ്നൻ്റ് ആയതിനു ശേഷം മാത്രമേ പറഞ്ഞ ക്യാഷ് തരൂ. അയാൾ മുൻപോട്ട് ആഞ്ഞിരുന്നു. ആദ്യമേ ക്യാഷ് തന്നാൽ താൻ മുങ്ങുമോ എന്നൊരു പേടി അവർക്കുണ്ടെന്ന് അവൾക്ക് തോന്നി. അത് അവളിൽ വല്ലായ്മയുണ്ടാക്കി. അതും തീർത്ത അംഗീകരിച്ചു. ഓക്കെ, മുഹൂർത്തമെടുത്തിട്ട് ഞങ്ങൾ അറിയിക്കാം. എന്തായാലും ഈ മാസത്തിൽ തന്നെ ഉണ്ടാകും. പിന്നെ നമ്പർ ഞാൻ അമ്മയ്ക്കും ഏട്ടത്തിക്കും കൊടുത്തിട്ടുണ്ട്. അവർ വിളിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ അവർ പറയും. ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് തീർത്ത അതുകേട്ട് തലയാട്ടി. പിന്നെ തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. ഇത്ര വേഗം കല്യാണമുണ്ടാകുമെന്ന് അവൾ വിചാരിച്ചില്ല. ഈ മാസം തീരാൻ ഇനി 2 ആഴ്ച കൂടിയുള്ളൂ. അതിനുള്ളിൽ കല്യാണം. എല്ലാത്തിനും സമ്മതമറിയിച്ചെങ്കിലും കല്യാണം ഇത്ര വേഗത്തിലായപ്പോൾ അവൾക്ക് വല്ലാത്ത ആശങ്ക തോന്നി. താൻ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാണോ എന്ന് അവൾക്ക് സംശയം തോന്നി. തീർത്ത വിവാഹത്തിന് സമ്മതിച്ചു എന്നറിഞ്ഞതിൽ പിന്നെ വേണി അവളോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. തീർത്ത 2-3 തവണ അങ്ങോട്ട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും വേണി അവളെ ഒഴിവാക്കി നടന്നു പോവുകയായിരുന്നു. പിന്നെ തീർത്തയും സംസാരിക്കാൻ മുതിർന്നില്ല. അന്ന് രാത്രി ശിവയ്ക്ക് ഹോംവർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു തീർത്ത. ആ സമയം മൊബൈലിലേക്ക് ഒരു അൺനോൺ നമ്പർ കോൾ വന്നു. പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് തന്നെ അവൾ ആ കോൾ അറ്റൻഡ് ചെയ്തില്ല. പിന്നീട് 1-2 തവണ കൂടി കോൾ വന്നപ്പോഴാണ് ഉച്ചയ്ക്ക് മോഹൻ സാർ പറഞ്ഞ കാര്യം അവൾ ഓർത്തത്. ഇനി അവരായിരിക്കുമോ? അവൾ വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ ചെവിയോട് ചേർത്തു. ഹലോ തീർത്ത? അങ്ങ് തലയ്ക്കൽ മാധവൻ്റെ ശബ്ദം. ആ അതെ. അവൻ്റെ ശബ്ദം കേട്ട് അവളുടെ മിഴികൾ വിടർന്നു. ഫ്രീ ആണോ? ഗൗരവത്തോടെയുള്ള ചോദ്യം. ആ അതെ, പറഞ്ഞോളൂ. ആ ശബ്ദത്തിലെ ഗൗരവം അവളെ ആശയക്കുഴപ്പത്തിലാക്കി. നാളെ എനിക്ക് തീർത്തയൊന്ന് കാണണം, കൂടെ തൻ്റെ അനിയത്തിയെയും. മാധവൻ്റെ ആവശ്യം കേട്ട് അവൾ ഒന്ന് നെറ്റി ചുളിച്ചു. എന്തിനാ? അവനെ എന്താ വിളിക്കേണ്ടത് എന്ന സംശയത്തിലാണ് അവൾ ഇപ്പോഴും. നേരിട്ട് കാണുമ്പോൾ പറയാം. ലൊക്കേഷൻ അയച്ചിട്ടാൽ മതി. ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം. അതും പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടിക്ക് കാക്കാതെ അവൻ കോൾ കട്ട് ചെയ്തു. എന്നാലും എന്തിനായിരിക്കും? ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പിറുപിറുത്തു. എന്താ ഓപ്പേ? പെൻസിൽ തുമ്പ് കടിച്ചുകൊണ്ട് ശിവ അവളെ നോക്കി. നാളെ നമുക്ക് ഒരാളെ കാണാൻ പോകാം. ശിവയുടെ വായിൽ നിന്നും പെൻസിൽ തട്ടിമാറ്റിക്കൊണ്ട് തീർത്ത പറഞ്ഞു. ആരെ? ആ കുഞ്ഞു കണ്ണുകളിൽ സംശയം. ഒരാളെ. നേർത്ത പുഞ്ചിരിയോടെ അവൾ ശിവയുടെ താടിത്തുമ്പിൽ പിടിച്ചു.